ഡോക്ടർ അരുൺ സുരേന്ദ്രൻ വാട്സൺ ഫുട്ബോൾ അക്കാഡമിയുടെ കോ-ഫൗണ്ടറാണ്, സഹസ്ഥാപകനാണ്. ഇത് ശ്രീ ടെറൻസ് അലക്സ് വാട്സൺ ഫുട്ബോൾ അക്കാഡമിയുടെ സഹസ്ഥാപകനാണ്. അഭിലാഷ് ഇന്ത്യൻ നേവിയുടെ കോച്ചായിരുന്നു, ഹെഡ് കോച്ചായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ ഓഫ് കോച്ചിങ് ആണ് അഭിലാഷ്. ഇത് ഡോക്ടർ പേഴ്സി ആൻഡ്രൂസ് നമ്മുടെ ഓപ്പറേഷൻസിൻ്റെ മാനേജറാണ്. വരുന്ന ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ജനുവരി 24, 25, 26 ആദ്യത്തെ വാട്സൺ കപ്പ് ഞങ്ങൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നു. അണ്ടർ 14 ബോയ്സ് ആൻഡ് ഗേൾസിന് വേണ്ടി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അറിവിൽ അണ്ടർ 14 വേണ്ടി 11 സൈഡ് കളിക്കുന്നത് ഒരു സ്റ്റേഡിയം എൻവയൺമെൻറ്റിൽ. 2024 ഞങ്ങൾ വാട്സൺ ഫുട്ബോൾ അക്കാഡമി തുടങ്ങിയത്. അതിനുള്ള പ്രധാന റീസൺ SLKയുടെ 2 സീസൺസ് ഫോളോ ചെയ്തു. ഇവിടെ ഫുട്ബോളിന് ഇത്ര അധികം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്കറിയാം ഇന്ത്യ ക്രിക്കറ്റിലും ഹോക്കിയിലുമെല്ലാം 1, 2 സ്ഥാനങ്ങളിൽ തന്നെ ലോകത്ത് നിലനിൽക്കുന്നു. പക്ഷേ ഫുട്ബോളിൻ്റെ കാര്യം വരുമ്പോൾ 120, 130 സ്ഥാനത്താണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരെണ്ണം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് വളരെയധികം മിസ്സിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. അപ്പോൾ ടെറൻസി വാട്സൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മേധാവിയാണ്. പക്ഷേ സ്കൂൾ കോളേജ് തലത്തിൽ തന്നെ പൊഴിയൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഫുട്ബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ കോളേജ് ലെവലിൽ സംസ്ഥാനത്തിൽ തന്നെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. മിഡ്ഫീൽഡറായിരുന്നു. അപ്പോൾ പുള്ളിക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റും പുള്ളി കൂടാതെ കൊമ്പൻസ് ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു ഓണറും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ തീരുമാനിച്ച് ഒരു പ്ലാനോട് കൂടി, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പല സ്കൂളുകളിലും ടേഫുകളിലും ഞങ്ങളുടെ ഒരു സിലബസ് പ്രകാരമുള്ളൊരു കോച്ചിങ് 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയും പിന്നെ സ്പെഷ്യലൈസ്ഡ് കോച്ചിങ് 15 വയസ്സ് വരെയും കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. അതും ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് മോണിറ്ററിങ് പറ്റുന്നത് കൊണ്ട് ഒരു ആപ്പ് ബേസ്ഡ് ആയിട്ട് പേരൻസിനെല്ലാം കൃത്യമായിട്ട് മാസം തോറും 2 പ്രാവശ്യം കുട്ടികളുടെ പെർഫോമൻസിനെ പറ്റി അപ്ഡേറ്റും കൊടുത്തുകൊണ്ടുള്ളൊരു സിസ്റ്റം രൂപീകരിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വാട്സൺ ഫുട്ബോൾ. അപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പല ടർഫിലും സ്കൂളുകളിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാരിപ്പള്ളിയിലും ചെന്നൈയിലും എല്ലാം ഞങ്ങളുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു പ്രധാന പ്രശ്നം നമുക്ക് മനസ്സിലായത്. അതായത് ഇന്ത്യയിലെ ഫോക്കസ് എപ്പോഴും സെവൻസിലേക്ക് നീണ്ടുപോകുന്നു, എസ്പെഷ്യലി കേരളത്തിൽ. അപ്പോൾ 7th ലെവൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും 11th ലെവലിലേക്കുള്ള സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, അതിനുവേണ്ട പവർ, കപ്പാസിറ്റി മുതലായ കാര്യങ്ങൾ ഡെവലപ്പ് ആവുന്നില്ല. അതുകൊണ്ടാണ് അഭിലാഷിയുടെ റെക്കമെൻഡേഷനിൽ ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടൊരു ടൂർണമെൻറ്റ് എൻവിഷൻ ചെയ്തത്. അതിനെപ്പറ്റി ബാക്കി കാര്യങ്ങളും നമ്മുടെ വാട്സൻ്റെ വിഷനെ പറ്റിയും സംസാരിക്കാനായിട്ട് ടെറൻസിനെ ക്ഷണിക്കുന്നു. അരുൺജി പറഞ്ഞതുപോലെ ഏതാണ്ട് 1 വർഷമേ ആയിട്ടുള്ളൂ വാട്സൺ ഫുട്ബോൾ അക്കാഡമി എന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്. ഏതാണ്ട് ഇന്ന് നോക്കുമ്പോൾ ഒരു 250-ലധികം കുട്ടികൾ വാട്സൻ്റെ അവിടെ പ്രാക്ടീസിന് വരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ ഒരു 100ഓളം സിറ്റികളിൽ ഞങ്ങളുടെ വാട്സൺ അക്കാഡമി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി നമ്മൾ എയിം ചെയ്യുന്നത് ഓരോ സിറ്റിയിലും ഒരു 1000 കുട്ടികളെ ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. അപ്പം 100 സിറ്റികളിലോട്ട് നമ്മൾ വ്യാപിപ്പിക്കുമ്പോൾ 1000 കുട്ടികൾ എന്നുള്ള രീതിക്ക് 1 ലക്ഷം കുട്ടികളെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ 1 ലക്ഷം കുട്ടികളിൽ നിന്ന് വളരെ പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കായിട്ട് ടെക്നിക്കൽ പരമായിട്ട് ആ കുട്ടികൾക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ മിനിമം ഒരു 100 കുട്ടികളെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 2042 എന്നുള്ളൊരു വിഷൻ തന്നെ 2042 ആകുമ്പോൾ ഇന്ത്യ ഫിഫ വേൾഡ് കപ്പ് കളിക്കേണ്ട ഒരു ടീമിനെ സജ്ജരാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. ഈ ടൂർണമെൻറ്റ് അതിൻ്റെ ആദ്യത്തെ പടി എന്നോളം ഞങ്ങൾ 3 ദിവസമായിട്ട് എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേക്ക് നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞങ്ങളുടെ ഡയറക്ടർ ഓഫ് കോച്ചിങ് അഭിലാഷിനെ ക്ഷണിക്കുന്നു. സാറ് പറഞ്ഞ പോലെ 11 ടൂർണമെൻറ്റ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നത്. അത് മെയിനായിട്ട് എല്ലാ ടീംസും ഇവിടെ കേരളത്തിലുള്ള എല്ലാ ടീംസും, എല്ലാ ഫേമസ് ടീംസും, ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്, മുത്തൂറ്റി ഉണ്ട്, കാസർഗോഡ് നിന്ന് തൃക്കരിപ്പൂരുണ്ട്, അങ്ങനെ എല്ലാ ടീംസും, ഓൾമോസ്റ്റ് എല്ലാ ടീംസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ I-ലീഗ് നടക്കുന്നുണ്ട്, അണ്ടർ 14 I-ലീഗ് നടക്കുന്നുണ്ട്. പരപ്പൂർ FC-യും അതുപോലെ ഗോകുലവും അവർ കളിക്കുന്നില്ല, കാരണം ഈ ഒരു മാച്ച് ആ ടൈമിലാണ് വരുന്നത് കൊണ്ട്.
പിന്നെ നമ്മുടെ ഈ ലെവൽ അണ്ടർ 14 11 ടൂർണമെൻറ്റ് വയ്ക്കാനുള്ള കാരണം ഇപ്പം AFF ആ ഫോർമാറ്റ് മാറ്റിയിരിക്കുകയാണ്. 9 സൈഡ് ആയിരുന്നു നേരത്തെ ടൂർണമെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ 11 സൈഡ് ആക്കിയിട്ടുണ്ട്. അപ്പം അത് നടത്താൻ ഈ ട്രിവാൻഡ്രത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ടീംസും പിന്നെ കേരളത്തിലുള്ള ടീംസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നതിൽ മെയിനായിട്ട് ഒരു എൻജോയ്മെൻറ്റ്, ഫുട്ബോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വന്നിട്ട് എൻജോയ് ചെയ്ത് കുട്ടികൾ ഒരു സ്ട്രെസ് ഇല്ലാതെ അവർക്ക് കളിക്കണം, ഒരു കോമ്പറ്റീഷൻ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് മെയിനായിട്ടും നമ്മൾ എയിം ചെയ്യുന്നത്. പിന്നെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇനിയിപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആ ഒരു ലെവലിലുള്ള റാങ്കിങ് നമുക്ക് കുറച്ച് വരണമെങ്കിൽ നമ്മൾ ഗ്രാസ് റൂട്ടിലേക്ക് തന്നെ ഇറങ്ങി വർക്ക് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിനുള്ള ഇതെന്ന് പറയുന്നത് ടോപ്പ് കോച്ചസ്, അതായത് നമ്മുടെ A ലൈസൻസും പ്രോ ലൈസൻസും ഉള്ള കോച്ചസ് ഗ്രാസ് റൂട്ടിൽ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് വരുന്ന കുറച്ച് കാലം കഴിയുമ്പോൾ റിസൾട്ട് 100% കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്പെയിനിലും ഇറ്റലിയിലെല്ലാം അവർ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഏറ്റവും ടോപ്പ് കോച്ചാണ് താഴത്തെ കൊച്ചുകുട്ടികളെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ തിരിച്ചാണ്. അപ്പം അതൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെ ഈ പ്രതീക്ഷിക്കുന്നത്. ഇനി ഫർദർ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ഓസി പറയും. നമ്മൾ വാട്സൺ ഫുട്ബോൾ അക്കാഡമി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഗ്രാസ് റൂട്ട്, നമ്മൾ ഈ പറയുന്ന സാറുമാർ പറഞ്ഞതുപോലെ തന്നെ 4 to 12 ഇയേഴ്സിന് വേണ്ടി കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന ഒരു അക്കാഡമി. കേരളത്തിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ പറയുന്ന 11 സൈഡ് ടൂർണമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ 7 സൈഡും ബേബി ലീഗും ഇതുപോലെ തന്നെ 9 ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ വാട്സൺ അക്കാഡമിയുടെ ഫസ്റ്റ് എഡിഷൻ ഓഫ് വാട്സൺ കപ്പ് ചെയ്യുന്നത് തന്നെ ഒരു 11 സൈഡ് ടൂർണമെൻറ്റായിട്ട് തന്നെ. ഈ ഒരു ടൂർണമെൻറ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നോക്കാറുണ്ട്. കാര്യം കേരളത്തിലുള്ള എല്ലാ ടീംസും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ്, മുത്തൂറ്റ്, അതുപോലെ എല്ലാ ടീംസും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ വരുന്ന എല്ലാ പിള്ളേരും ഈ പറയുന്ന അണ്ടർ 14 അവർക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ഫിഫ സ്റ്റാൻഡേർഡ് തന്നെ ഉള്ള ഒരു ഗ്രൗണ്ടാണെന്ന് വെച്ചാൽ ഫുൾ ഫ്ലെഷ്ഡ് ഒരു സ്റ്റേഡിയത്തിൽ തന്നെ 11 ടൂർണമെൻറ്റ് അവർക്ക് കളിക്കാൻ പറ്റുകയും ആ ഒരു ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെയോടൊപ്പം. അപ്പോൾ ഇതിൽ നമ്മൾ പല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന ഫെസിലിറ്റീസാണ് നമ്മൾ ഈ പിള്ളേർക്ക് കൊടുക്കുന്നത്. ഈ ഒരു കൾച്ചറാണ് ഈ പിള്ളേർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയോടൊപ്പം നമ്മൾ ഈ പറയുന്ന ഒരു സോഷ്യൽ അവയർനെസ് ക്യാമ്പയിനും കൂടി റൺ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഫോൺ അഡിക്ഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന യങ് ഏജിൽ വരുന്ന പല അഡിക്ഷൻസിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു കൾച്ചറും കൂടിയാണ് നമ്മൾ ഈ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്പോർട്സ് കൾച്ചർ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കൾച്ചറാണ് നമ്മൾ ഈ ടൂർണമെൻറ്റിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2042 ആണ് വാട്സൺ ഫുട്ബോൾ അക്കാഡമിയുടെ വിഷൻ. 1 lakh സ്റ്റുഡൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്യുക. അതോടൊപ്പം ഈ പറയുന്ന പിള്ളേർക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസും അവർക്ക് പറയുന്ന ആ ഒരു ഡെവലപ്മെൻറ്റും കൊടുക്കുക, മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഈ പറയുന്ന 4 വയസ്സ് മുതൽ 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഈ പറയുന്ന ഫാമിലി ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. കാര്യം എല്ലാവരും തിരക്കാണ്, ഫ്ലാറ്റുകളിലാണ്. അപ്പോൾ അവർക്ക് വരുന്നൊരു ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഈ പറയുന്ന കരിക്കുലം ബേസ്ഡ് കോച്ചിങ് ആയിട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇൻഡിവിജ്വലി മോണിറ്റർ ചെയ്ത് നമുക്കൊരു 300 പിള്ളേരുണ്ടെങ്കിലും 1000 പിള്ളേരുണ്ടെങ്കിലും നമ്മൾ ആ പിള്ളേരെ ഇൻഡിവിജ്വലി മോണിറ്റർ ചെയ്തിട്ട് ആ പിള്ളേരുടെ ഡെവലപ്മെൻറ്റാണ് നമുക്ക് പാരൻസിനോട് എത്തിക്കാൻ പറ്റുന്നത്. നമ്മുടെ അക്കാഡമി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 100% സക്സസ് റേറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കാര്യം നമ്മൾ അക്കാഡമി കഴിഞ്ഞ കൊല്ലം തുടങ്ങുമ്പോൾ ഒരു 10 പിള്ളേരിൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു 300 പിള്ളേരോളം നമുക്കുണ്ട്. ഈ 300 പിള്ളേരും നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടോ ഒന്നും വരുന്ന പിള്ളേരല്ല. അവരുടെ പാരൻസ് വെർബലി പറഞ്ഞ് ഓരോ റെഫറൻസ് ആയിട്ട് വരുന്ന പിള്ളേരുകളാണ്. കാര്യം അവരുടെ പിള്ളേരിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ അക്കാഡമിയുടെ കോച്ചിങ് കാരണം വരുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് അവർ വന്ന് ജോയിൻ ചെയ്ത് ഇപ്പോൾ നമുക്കൊരു 300 സ്റ്റുഡൻസ് നമ്മുടെ ട്രിവാൻഡ്രം ഉണ്ട്. ട്രിവാൻഡ്രം ഇപ്പോൾ നമ്മൾ തുടങ്ങി ഇപ്പോൾ ഒരു 1 year ആയി. നമ്മൾ ചെന്നൈ തുടങ്ങിയിട്ട് ഒരു 1.5 months ആയി. കൊല്ലം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇസിയാൻ സ്പോർട്സ് സിറ്റിയിലാണ്, പാരിപ്പള്ളി. അവിടെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് നമ്മൾ ഈ വർഷത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ ഇസിയൻ സ്പോർട്സ് സിറ്റിയിൽ ഇപ്പോൾ പൂള്, സ്വിമ്മിംഗ് പൂള്, എല്ലാ ഫെസിലിറ്റീസും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണത്. അപ്പോൾ ഈ പറയുന്ന ദൂരത്തുനിന്ന് വരുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ അടുത്തുള്ള ഒരു പിള്ളേർക്ക് നമ്മുടെ ഈ പറയുന്ന അക്കാഡമിയിൽ വന്ന് നിന്ന് പഠിച്ച് 3 നേരം കോച്ചിങ്, മോർണിംഗ്, ഈവനിങ് ആൻഡ് ഒരു സ്പെഷ്യൽ ഡേ ക്യാമ്പ് പോലെ നമ്മളൊരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഈ ഒരു വർഷം. അതോടൊപ്പം ഈ ഒരു ടൂർണമെൻറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അടുത്ത കൊല്ലം ഒരു
ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും നമ്മൾ ഈ പറയുന്ന ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുമായിരിക്കും. ഈ ഒരു കൾച്ചർ നമ്മൾ ബിൽഡ് ചെയ്യുകയാണ്. ഈ പറയുന്ന യങ് കിഡ്സിന് നമ്മൾ ഈ പറയുന്ന കൾച്ചർ ഡെവലപ്പ് ചെയ്ത് ബാക്കി കേരളത്തിലുള്ള എല്ലാ പിള്ളേർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നാഷണൽ പ്ലേയേഴ്സ് ആവുകയും ഇവർ ഫിഫ വേൾഡ് കപ്പ് കളിപ്പിക്കുകയും ഇതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ. ഇത് നടക്കണമെങ്കിൽ പെർഫെക്റ്റ് പ്രാക്ടീസ് എന്നുള്ളത്, അതിപ്പോൾ ടൈഗർ വുഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുള്ളി കൊച്ചിലെ തന്നെ ഗോൾഫ് കോഴ്സിലോട്ട് പുള്ളിയുടെ അച്ഛൻ കൊണ്ടുപോകുന്നിടത്താണ് പുള്ളിയുടെ ട്രെയിനിങ് നടക്കുന്നത്. നമ്മളിപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ IAS ഇൻ്റർവ്യൂവിന് മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്യുന്നവർക്കാണ് ആ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫുട്ബോളും സ്പോർട്സും വരുന്നിടത്ത് ആസ് ഗുഡ് ആസ് ദി ഫൈനൽ കണ്ടീഷൻസിൽ കളിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് പ്രാക്ടീസ് നടത്തുന്നവർക്കാണ് എപ്പോഴും ഫൈനൽ പെർഫോമൻസ് വളരെ നന്നായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. വാട്സൺ കപ്പിന് ഫസ്റ്റ് മാച്ച് വന്നിട്ട് നമ്മുടെ ഹോം ടീം വാട്സണും ഡ്രീം ഇന്ത്യ FA എന്ന് പറഞ്ഞിട്ട് ടീമുമായിട്ടാണ്. അത് രാവിലെ 7:30 7:30 ആണ് വെച്ചിരിക്കുന്നത് മാച്ച്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാച്ച് SBFA പൂവാറും അസ FA എന്ന് പറഞ്ഞിട്ട് ക്ലബായിട്ട്. പിന്നെ ഈവനിങ് പൊഴിയൂർ SMRC പൊഴിയൂറും അനന്തപുരി FCയും. അത് കഴിഞ്ഞിട്ട് ട്രാവൻകൂർ റോയൽസ് ക്യാപിറ്റൽ FA, പിന്നെ കോവളം FCയും യങ് ബ്ലാസ്റ്റേഴ്സും, അടുത്ത എഫ്രാമും സെൻറ്റ് തോമസ്, പിന്നെ മുത്തൂറ്റി സലീം ബ്രദേഴ്സ്, കരിപ്പൂർ സമോറിൻ, പിന്നെ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഫിക്സ്റ്റേഴ്സ് പാസ് ചെയ്യാൻ.